മക്കൾസ്, നമുക്കിന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാം. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, കുഞ്ഞ് ജനിക്കാതെ ഒരു സാധനം വാങ്ങിച്ചേക്കരുത്. കുഞ്ഞ് ജനിക്കുന്നു, അപ്പോൾ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു, കുഞ്ഞിന് ഉപയോഗിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു 35 വീക്സ് ആകുമ്പോൾ മുതലേ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. എന്തിനാണ് 35 വീക്സിലേ പാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് എന്താണ് എന്നൊക്കെ. ചിലപ്പോൾ ഒരു എമർജൻസി ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഡെലിവറി. സോ ആ ടൈമിൽ നമ്മളുടെ സാധനങ്ങളൊന്നും എടുത്തു വെക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയം നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പം അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് അത് പുതിയതായിട്ട് വാങ്ങിച്ച് അപ്പം തന്നെ കുഞ്ഞിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പല പല കൈകൾക്ക് കൈമാറി വരുന്നതാണ്, പല പ്രോസസ്സിലൂടെ മാനുഫാക്ചർ ചെയ്ത് വരുന്നതാണ്. സോ നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവൂ. സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ല ചൂട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം അങ്ങനത്തെ പ്രോഡക്ട്സ് മാത്രമേ നമുക്ക് ബേബീസിന് യൂസ് ചെയ്യാം. ബേബീസിന് നല്ല വലിയവർക്കും അങ്ങനെയാണ്. കഴുകാതെ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. സോ പണ്ടുള്ള ആൾക്കാർ പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്തായാലും നമ്മുടെ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ബേബിക്ക് എങ്ങനെയാണോ നമുക്ക് ഒരു സേഫ്റ്റി കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ വേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റിസീവിങ് ബ്ലാങ്കറ്റ് ആണ് ഗൈസ്. റിസീവിങ് ബ്ലാങ്കറ്റ് എനിക്കൊരു ക്യൂട്ട്നെസ് തോന്നിയിട്ടുള്ള രീതിയിലുള്ളതാട്ടോ വാങ്ങിച്ചത്. നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള റിസീവിങ് ബ്ലാങ്കറ്റ്. ഇത് കിൻഡർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, താരാട്ടഴകിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. കുറച്ചധികം സാധനങ്ങൾ ഞങ്ങൾക്ക് താരാട്ടഴകിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ നോക്കാതെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ ആ കവറൊക്കെ നോക്കിയത്. അതൊന്നും നോക്കാനുള്ള ടൈം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായില്ല ഗൈസ്. പിന്നെ സ്വാഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. സ്വാഡിൽസ് മസ്റ്റാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നുല്ലോ. കാരണം സ്വാഡിൽസ് കുഞ്ഞിനെ നമുക്ക് പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ട്. ഇപ്പം സ്വാഡിൽസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് തൊപ്പി പിന്നെയും വേണം എന്നൊന്നും ഇല്ല. കാരണം സ്വാഡിൽസ് വെച്ച് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ തലയും ഒക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ അതുപോലെ നമുക്ക് പൊതിഞ്ഞ് സൂക്ഷിക്കാം വാവച്ചീനെ. ഇത് നമ്മളുടെ അബ്സോർബൻ മാറ്റാണ്. അബ്സോർബൻ മാറ്റ് നമുക്ക് മസ്റ്റായിട്ടും വേണം ഗൈസ്. കാരണം നമ്മൾക്ക് ബെഡിൽ നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ സ്നഗ്ഗീസ് ഒന്നും ബേബീസിന് യൂസ് ചെയ്യില്ല. നമ്മൾ എന്തായാലും കോട്ടൺ തുണികളായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് മഴക്കാലമാണ്. എൻ്റെത് എന്തായാലും ജൂലൈയിലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് മഴയുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചധികം ഡ്രസ്സ് എന്തായാലും വാങ്ങിക്കും. കാരണം ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടൺ തുണികൾ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബെഡിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അബ്സോർബൻ മാറ്റിലാണ് നമ്മൾ കുഞ്ഞുവാവേനെ കിടത്തുന്നത്. സോ അബ്സോർബൻ മാറ്റ് എന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ് കേട്ടോ. കുഞ്ഞു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തൊപ്പി എന്തിനാന്ന് ചോദിച്ചാൽ അറിയാലോ, ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് സീസൺ ആണെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഒരു ക്യൂട്ടേഴ്സ് ഓവർലോഡഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ജബ്ലാസ്. പണ്ട് നമ്മൾ കെട്ടുടുപ്പ് എന്ന് പറയും ഗൈസ്. കെട്ടുടുപ്പ് എന്നൊന്നും കടയിൽ ചെന്ന് പറയരുത്, ജബ്ലാസ് എന്ന് തന്നെ പറയണം ഗൈസ്. കുഞ്ഞുടുപ്പുകൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് പോപ്പീസിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്നല്ല വാങ്ങിച്ചത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ തപ്പി, ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ അല്ലാതെയും പോയി കുറച്ച് ഒന്ന് കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. കുറച്ചൊക്കെ ഞങ്ങൾ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, ഡയറക്റ്റ് കടയിൽ പോയി വാങ്ങിച്ചതുണ്ട്. ഡയറക്റ്റ് കടയിൽ പോയി വാങ്ങിക്കുമ്പം അതിന് പ്രത്യേകം ഒരു 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 ബ്യൂട്ടിനെസ് ഉണ്ട് ഗൈസ്. കാരണം നമ്മുടെ വാവേണ്ടത് നമ്മൾ പോയി ഇങ്ങനെ കണ്ട് നോക്കി എടുക്കുമ്പോഴത്തേക്കും അതൊരു വേറൊരു വൈബാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ജബ്ലാസ് എന്തായാലും മസ്റ്റായിട്ടും വേണ്ടതാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ട്. കയ്യിലിടുന്ന സോക്സും കാലിലിടുന്ന സോക്സും, അതായത് ബൂട്ടീസും. കയ്യിലിടുന്നതിന് എന്താണ് ഗൈസ് പറയുന്നത്? ഒരു മിനിറ്റ് ഗൈസ്. ഞങ്ങളിതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങളിത് വാങ്ങിക്കാൻ പോയത്. ഇതിൻ്റെ പേരൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടാണ് കേട്ടോ കടയിൽ പോയത്. നിങ്ങളൊന്നും പഠിക്കാതെ കടയിൽ പോകരുത്, നാണം കെട്ടുപോകും കേട്ടോ. ഇപ്പം തന്നെ ഞാൻ മറന്നു ഗൈസ്, എന്തൊക്കെ പേരുകളാണ് ഇതിന്. മിറ്റൻസ് എന്നാണ് പേരുണ്ട്. അയ്യോ ഗൈസ്, എന്താണ് അവസ്ഥയല്ലേ? ഇതൊക്കെയാണ് പാരൻസ് ആവാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ബോധമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഗൈസ് മിറ്റൻസ് എന്നാണ് കേട്ടോ. ഞങ്ങൾ കയ്യിലിടുന്ന സോക്സ് എന്നൊന്നും കടയിൽ പോയി പറഞ്ഞില്ല, ഞങ്ങൾ മിറ്റൻസ് വേണം എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം മിറ്റൻസും ബൂട്ടീസും, കയ്യിലിടുന്ന സോക്സും കാലിടുന്ന സോക്സും. എന്തിനാന്ന് വെച്ചാൽ ഇപ്പം തണുപ്പ് സീസൺ ആണല്ലേ. കുഞ്ഞ് നല്ല വാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ഇപ്പം നമ്മളുടെ വയറ്റിൽ ഉണ്ടാവുന്നത്. കുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഒന്ന് ഇതായി ജോയിൻ ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്നാൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നമുക്ക് തണുപ്പിൽ കിടത്താനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും കുഞ്ഞിനെ സെക്യൂർ ആയിട്ട് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടതാണ് റീയൂസബിൾ പാൻറ്റീസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്നഗ്ഗി ഫ്രീ ആയിട്ട് നമുക്ക് കുഞ്ഞിനെ എപ്പോഴും വളർത്താൻ വേണം നമ്മൾ നോക്കാനായിട്ട്. എൻ്റെ ഒരു പോളിസി അതാണ്. പക്ഷെ നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നീ സ്നഗ്ഗി ഇട്ട് കൊടുക്കും കുഞ്ഞിനെന്ന്.
കൊടുക്കുമായിരിക്കും രാത്രിയിലൊക്കെ. പക്ഷെ എന്നാലും കൂടുതൽ ടൈമും സ്നഗ്ഗി യൂസ് ചെയ്യാതെ വേണം കുഞ്ഞിനെ നോക്കാനെന്ന് എനിക്കൊരു ഒരു 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 വാശിയുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പം എല്ലാവരും കമൻറ്റിൽ വരുമായിരിക്കും നടന്നത് തന്നെയെന്ന്. എനിക്കറിയാം ചിലപ്പോഴേ നടക്കുള്ളൂ എന്ന്. എന്നാലും നമ്മളുടെ ഒരു ഇതാണല്ലോ. അപ്പം ഞാൻ ഇത് കുറച്ച് ഇത് ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ. ഇതെനിക്ക് താരാട്ടഴികിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങളുടെ കിൻഡർ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് മോം ടു ബി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോഡ് ലൈഫ് സ്പോൺസർ ചെയ്തതിൻ്റെ അകത്തും ഞങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ലാഭിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ റോംബർ വാങ്ങിച്ചു ഗൈസ്. റോംബർ നമ്മളിതിന് എന്താ കങ്കാരു ഉടുപ്പെന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറയരുത്. ദിസ് ഈസ് റോംബർ. കുഞ്ഞിനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ റോംബറാണ് ഗൈസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റോംബർ പക്ഷെ ഞങ്ങൾ 0 to മുതൽ ന്യൂ ബോൺ ബേബിയുടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് 1 to 1 month മുതലുള്ളതാണ് എടുത്തേക്കുന്ന ഒരെണ്ണം. കാരണം കുഞ്ഞ് പെട്ടെന്ന് വളരും. ബാക്കി ഉടുപ്പ് പോലെയുള്ള റോംബർ നമുക്ക് പെട്ടെന്ന് ചെറുതാവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് ബർക്ക് ക്ലോത്ത്സ് ആണ് ഗൈസ്. ഇതെന്തായാലും വേണം കേട്ടോ. ഇത് നമ്മൾക്ക് കുഞ്ഞിന് നമ്മൾക്ക് ഞങ്ങളവിടെയൊക്കെ കവിട്ടുക എന്നാട്ടോ പറയാം. എന്താ പറയാന്ന് എനിക്കറിയില്ല. കുഞ്ഞ് പാൽ കുടിച്ചതിന് ശേഷം നമ്മൾ തോളിലിട്ട് ഇട്ട് തട്ടില്ലേ, അപ്പം കവിട്ടില്ലേ, അപ്പം അത് തുടയ്ക്കാനും നമ്മളുടെ ഷോൾഡറിൽ അപ്പം ഇടാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുഞ്ഞിൻ്റെ ഫേസ് തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബർക്ക് ക്ലോത്ത്സ്. പിന്നെ ഞങ്ങളൊരു സാധനം വാങ്ങിച്ചു ഗൈസ്. ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? ഇത് ഞങ്ങൾ തണുപ്പായതുകൊണ്ട് വാങ്ങിച്ചു കേട്ടോ. വാവയ്ക്ക് ഒന്നും തണുക്കാൻ പാടില്ല. കുഞ്ഞ് നല്ല എപ്പോഴും നല്ല സുഖിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നമ്മളുടെ ആ ജബ്ലാസിൻ്റെ കൂടെയൊക്കെ നമ്മൾ മുണ്ടെടുത്ത് കൊടുക്കുമ്പോൾ അതെന്തായാലും തണുക്കില്ലേ. അപ്പം നമുക്കിപ്പോൾ എപ്പോഴും പൊതിയാതെ നമുക്കൊന്ന് കാണണം, കൈയും കാലൊക്കെ ഇട്ടെന്ന് അടിക്കുന്ന കാണണം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പാൻറ് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ കാല് ഫുൾ കവർ ചെയ്യുന്നതും ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾ 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബാത്ത് ടവലാണ് കേട്ടോ. കുഞ്ഞു ഭാവിക്ക് നല്ല നൈസായിട്ടുള്ളതാണ്, കോട്ടൻ്റെത്. അപ്പോൾ ബാത്ത് ടവൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചല്ല ഗൈസ്, ഇത് താരാട്ടടിയിൽ നിന്ന് കിട്ടിയതാണ്. അവരിപ്പോൾ കാണുവാണെങ്കിൽ ഓട്ടിക്കും എന്നെ. ഇനി ബേബീസിൻ്റെ ഒരുവിധം കഴിഞ്ഞു ഗൈസ്. ഇനി വേണ്ടത് മമ്മീൻ്റെ പറയുകയാണെങ്കിൽ ഇത് എനിക്ക് പീരീഡ് പാഡ്, ഞാനിത് മെറ്റേണിറ്റി പാഡാണ് ഇത്. ഞാൻ പക്ഷേ ഓവർനൈറ്റ് പീരീഡ് പാൻറ്റീസ് എന്നുള്ളതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ അകത്ത് MRP ഗൈസ്. ഞാനിതൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. ഇത് ഞാൻ പാൻറ്റീസ് ടൈപ്പാണ് വാങ്ങിച്ചത്. കാരണം നമുക്ക് ആ ഒരു ഫസ്റ്റ് വീക്കൊക്കെ പാൻറ്റീസ് ടൈപ്പ് വേണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് അതെനിക്കറിയില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട്. കൂടുതൽ പേരും എൻ്റെ അടുത്ത് പാൻറ്റീസ് ടൈപ്പാണ് പറഞ്ഞത്. ഇൻ കേസ് അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ അകത്ത് 10 പാൻറ്റീസേ ഉള്ളൂ. ബാക്കി എന്തായാലും നമുക്ക് അല്ലാത്തത് വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ബേബിക്ക് വേണ്ടത് വാങ്ങിച്ചു. ബേബിക്കാണെങ്കിലും കൂടുതലൊന്നും വാങ്ങിക്കരുത്, ഒരുപാട് സ്നഗ്ഗീസ് ഒന്നും വാങ്ങിച്ചു വെക്കരുത്. കാരണം ഏത് സ്നഗ്ഗിയാണ് കുഞ്ഞിന് ഓക്കെ ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് അലർജീസ് ഉണ്ടാക്കും, റാഷസ് ഉണ്ടാക്കും. അപ്പം കുഞ്ഞിന് ഏതാണോ ഓക്കെ എന്നുള്ളത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. നേരത്തെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും സ്നഗ്ഗി ഫ്രീ ആക്കിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സ്നഗ്ഗി വാങ്ങിച്ചു എന്ന്. ഞാൻ പറഞ്ഞില്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇടേണ്ടി വരും. ആ സമയത്ത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചാണ് കേസ്. രാത്രിയിലൊക്കെ എന്തായാലും ഇത് ഇട്ട് കൊടുത്തിട്ടല്ലേ നമുക്ക് ഇച്ചിരി നേരമെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഇത് നമ്മുടെ ബെൽറ്റാണ്, അതായത് നമ്മുടെ വയറ്റിൽ ചുറ്റിനും കെട്ടുന്ന ബെൽറ്റാണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ബെൽറ്റ് കെട്ടാൻ പാടില്ല, മുറുക്കി കെട്ടാൻ പാടില്ല എന്നൊക്കെ. ഞാനിത് ഒരിക്കലും വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് എൻക്വയറി നടത്തിയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മളുടെ വയറ് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വയറ് ഫുൾ വാക്യൂം പോലെ അതിൻ്റെ അകത്തൊന്നും ഇല്ല, അത് പെട്ടെന്ന് വാക്യൂം മീൻസ് പെട്ടെന്ന് നമുക്ക് അകത്തുള്ളൊരു സാധനം പുറത്ത് വന്നു, അപ്പം തന്നെ വയറകത്തേക്ക് ചൊട്ടില്ലല്ലോ. അപ്പോൾ ഒരു വാക്യൂം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ചരിഞ്ഞും കിടക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഡിസ്കംഫേർട്ട് തോന്നും. അപ്പോൾ ആ ഡിസ്കംഫേർട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ടൈറ്റായിട്ടല്ല, അല്ലാതെ നമ്മൾ കെട്ടുന്ന ബെൽറ്റാണിത്. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. സോ അറിയില്ല എനിക്ക് എങ്ങനെയാണെന്ന്, ഇത് എൻക്വയറി ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫീഡിങ് പില്ലാണ് ഗൈസ്. ഫീഡിങ് പില്ലോ ഞാൻ വാങ്ങിച്ചത് ഇതേ ബൈക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രിപ്പ് ഉണ്ട്, ഇത് വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം നമ്മൾക്ക് കുഞ്ഞിനെ ഇങ്ങനെ കിടത്തുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കെട്ടി പില്ലോ താഴേക്ക് പോവാതെയൊക്കെ ഒന്ന് വെക്കാൻ പറ്റും. അപ്പോൾ പില്ലോ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വയറിലൊരു കുഞ്ഞിനെ കിടത്തിയിട്ട് നമുക്ക് ഒരു എപ്പോഴും നമുക്കിങ്ങനെ എടുത്ത് പിടിക്കാതെ നമുക്കൊരു സപ്പോർട്ട് തരുന്നതാണ് ഫീഡിങ് പില്ലോ കേട്ടോ. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻക്വയറി ചെയ്തിട്ടാട്ടോ വാങ്ങിക്കുന്നത്, കുറേ പേരെടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എസെൻഷ്യൽ ആയിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞത്. സോ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാനും വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. യെസ്, ലിങ്ക് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ.
അഫോർഡബിൾ റേറ്റ്. ഞാൻ എല്ലാം കുറേ കിടന്ന് എൻക്വയറി ചെയ്തിട്ടാണ് ഗൈസ് വാങ്ങിക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ക്യാരി നെസ്റ്റ് ആണ് ഗൈസ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്യാരി നെസ്റ്റ് നമുക്ക് എന്തിനാ ഇപ്പം കുഞ്ഞിനെ എടുക്കാനായിട്ട് നമുക്ക് ആദ്യമേയൊക്കെ എന്തായാലും കുഞ്ഞു വാവയായിരിക്കുമല്ലോ. അപ്പം നമുക്ക് കുഞ്ഞു വാവേനെ എടുക്കാനായിട്ട് ക്യാരി നെസ്റ്റ് നല്ലതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ കിടത്താം, എന്നിട്ട് സിബിട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ കുഞ്ഞുവാവ സേഫായിട്ട് ഇരുന്നോളും, പേടിക്കാനൊന്നുമില്ല. സോ ക്യാരി നെസ്റ്റ് മസ്റ്റാണ് ഗേസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റായിട്ട് വേണ്ടത്. പിന്നെ എനിക്കുള്ളത് നമ്മളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പാൻറ്റീസ്, മെറ്റേണിറ്റി പാൻറ്റീസ് തന്നെ വാങ്ങിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾക്ക് സാധാ പാൻറ്റീസ് യൂസ് ചെയ്യുന്നതിനേക്കാളും മെറ്റേണിറ്റി പാൻറ്റീസ് തന്നെ ചോദിച്ചു വാങ്ങിക്കണം. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഗൈസ്, വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാത്തത്. അത് പതിയെ ഞാൻ ബാഗിലോട്ട് കയറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വേണ്ടതാണ് നൈറ്റി, ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് വേണം നമുക്ക്. അപ്പോൾ അതെന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചില ടൈമിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാമെന്ന് പറയാറുണ്ട്. പലർക്കും പല പല ടൈപ്പ് ഓഫ് ഇതാണല്ലോ. ആ ടൈമിൽ നമ്മൾ കിടന്നുകൊണ്ട് തന്നെ ആയിരിക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആയിരിക്കും. ഫ്രണ്ട് ഓപ്പൺ മീൻസ് ഫുൾ ഓപ്പൺ നൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫീഡിങ് നൈറ്റ് ഞാൻ 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മറന്നു അതെല്ലാം എടുത്ത് വെക്കുക. പിന്നെ മസ്റ്റായിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഗൈസ്. എന്തിനാണ് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്? ഒരുപാട് മേക്കപ്പ് സാധനമൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഗൈസ്. ചീപ്പ്, ലിപ്സ്റ്റിക്ക്, പൊട്ട്. എന്തിനാണ് ലിപ്സ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇതാണോ എൻ്റെ തള്ള എന്ന് ചോദിക്കരുത്. ഓ ഇതാണോ എൻ്റെ തള്ള അങ്ങനെ ചോദിക്കണം. നമ്മളെ കാണുമ്പോൾ തന്നെ കുഞ്ഞ് ഞെട്ടണം. നമ്മൾ കുറച്ച് ഇങ്ങനെ ആ ഒരു ലെവലിൽ തോന്നണം. അല്ലാതെ നമ്മളിങ്ങനെ ഡെലിവറി റൂമിൽ ചെന്ന് കാക്രൂക്കറെ വിളിച്ചു കൂവി നമ്മുടെ മുടിയൊക്കെ അലമ്പി ഇരുന്നെങ്കിൽ കൊച്ചു വന്ന് കാണുമ്പോഴത്തേക്കും കൊച്ചു പേടിച്ചു പോകും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ. ഓക്കെ. പിന്നെ സ്ലിപ്പർ നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട്, ഹോസ്പിറ്റലിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് സ്ലിപ്പർ നമ്മൾ എടുത്ത് വെക്കണം. സോ ഇത്രയാണ് നമ്മളുടെ മെയിനായിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ വേണ്ട കാര്യങ്ങൾ. ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് മറന്നു പോകാനേ പാടില്ല ഗൈസ്. അതും എടുത്ത് നമ്മുടെ ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം എപ്പോഴാണ് നമുക്ക് ഓടേണ്ടതെന്ന് പറയാൻ പറ്റില്ല. സോ അപ്പം തന്നെ ബാഗ് എടുത്തുകൊണ്ട് ഓടണം. ആ സമയത്ത് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് തപ്പാൻ പറ്റില്ല. എല്ലാം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സേഫാക്കി വെച്ചിരിക്കണം. അപ്പോൾ ബേബിയുടെ കാര്യങ്ങൾ എന്തായാലും ഒരുവിധം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ കാര്യങ്ങളിൽ കുറച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാണിച്ചിട്ടില്ല നിങ്ങളെ. കാരണം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നൈറ്റിയുടെ ഒക്കെ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. യെസ്. പിന്നെ ഒരെണ്ണം വേണ്ടത് വാട്ടർ വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് അല്ല, വാട്ടർ വൈപ്സ് തന്നെ വേണം. ആൽക്കഹോൾ ഫ്രീ ആയിരിക്കണം, ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം. അങ്ങനത്തെ ഉള്ളത് മാത്രമേ നമുക്ക് കുഞ്ഞുമാവിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല ഗൈസ്. ഇനി എനിക്ക് ഇറങ്ങിപ്പോൾ എടുത്തുകൊണ്ട് വരാൻ വയ്യ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സോ എന്തായാലും നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിലിനി വേറെ ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.